വാർ ലൈക്ക് സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ ഒരു ഡിക്ലെയർഡ് വാർ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എന്നാൽ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ മിഡിൽ ഈസ്റ്റിൽ ഉള്ളതുകൊണ്ട് അതിനെ വളരെയധികം ഗൗരവത്തോടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും കേരളവും വളരെയധികം ആശ്രയിക്കുന്ന ഒരു ഏരിയയാണ് ഗൾഫ് മേഖലകൾ. ഒന്നാമത് ഓയിൽ ഇമ്പോർട്ട്, രണ്ട് മലയാളികളായ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ റെമിറ്റൻസസ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പല എക്സ്പോർട്ട്സും മിഡിൽ ഈസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പാശ്ചാത്യ ദേശങ്ങളിലേക്കാണെങ്കിൽ പോലും പല എക്സ്പോർട്ട്സും ഈ ഹൊർമൂസ ദ്വീപിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അതിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അത് പല വിധത്തിൽ ഇന്ത്യൻ എക്കോണമിയെയും കേരളത്തെയും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഒന്നാമതായി ഗോൾഡിൽ വളരെയധികം പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ട്. ആദ്യം അത് നല്ലതുപോലെ ഉയർന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇന്ത്യയിലെ പല ബാങ്കുകളും പല ധനകാര്യ സ്ഥാപനങ്ങളും ഗോൾഡിൻ്റെ ഈടിന്മേൽ ധാരാളം പണം വായ്പ കൊടുത്തിട്ടുണ്ട്. അവർ വളരെയധികം റിസ്ക് റൺ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രൈസ് റൈസ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കാരണം ഏത് സമയത്തും പണം വില താഴോട്ട് പോകുവാനായിട്ട് സാധിക്കും. അത് തന്നെയുമല്ല, സെക്യൂരിറ്റിയുടെ വാല്യൂ അപ്പോൾ കൂടുന്നില്ല. ഒരേ സെക്യൂരിറ്റിയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. രണ്ടാമതുള്ളത് ഡോളർ റുപ്പി വാല്യൂ ഫ്ലക്ച്വേഷൻ. നമുക്കത് പെട്ടെന്ന് ഒരു റെമിറ്റൻസ് വരുമ്പോൾ ഇവിടെ കൂടുതൽ പണം കിട്ടുമല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളുടെ ഇമ്പോർട്ടിനെ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഓയിലും ഗ്യാസും അതുപോലെയുള്ള പല എസൻഷ്യൽ കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ അത് ഇൻറ്റേർണലായിട്ട് ഒരു ഇൻഫ്ലേഷന് ട്രിഗർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് പല ഏരിയകളിൽ അത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ ജനങ്ങളെ അത് അല്പമെങ്കിലും ബാധിക്കാനും സാധ്യതയുണ്ട് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത് നമ്മൾ കാണുന്നത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റവും കേരളത്തിലെ ബാങ്കിങ് സിസ്റ്റവും വളരെയധികം സേവിങ്സിന് വേണ്ടി റിലൈ ചെയ്യുന്നത് ഗൾഫ് എക്സ്പാട്രിയേറ്റ്സിനെയാണ്. അവരിൽ നിന്ന് കിട്ടുന്ന സേവിങ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ബാങ്കുകളുടെ വളരെയധികം വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഇമ്മീഡിയറ്റായിട്ട് അല്പം കൂടാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഒരു ഫിയർ കോംപ്ലക്സ് അവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ സേവിങ്സ് അവിടെ അത്ര സുരക്ഷിതമല്ല എന്ന് തോന്നിയാൽ ഉടനെ തന്നെ കേരളത്തിലെ ബാങ്കുകളിലേക്ക്, ഇന്ത്യൻ ബാങ്കുകളിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ റുപ്പി ഡോളർ റേറ്റ് റുപ്പി ഡിപ്രീഷിയേറ്റ് നിൽക്കുന്നത് കൊണ്ട് ഒരു യൂണിറ്റ് ഓഫ് ഡോളറിന് കൂടുതൽ റുപ്പി കിട്ടുന്നത് കൊണ്ടും ആ ഒരു പ്രോംപ്റ്റിംഗ് വളരെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു മീഡിയം ടേമിൽ ഇതൊരല്പം നിലയ്ക്കാനും സാധ്യതയുണ്ട്. കാരണം പല ആളുകളുടെയും ജോലിയോ അല്ലെങ്കിൽ അവിടെ ലേ ഓഫോ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരുടെ സേവിങ്സ് അവിടെ കുറച്ച് നാളത്തേക്കെങ്കിലും കുറച്ച് അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു മീഡിയം ടേമിൽ ഇതൊരു സേവിങ്സിനെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇനി ഇൻഫ്ലേഷൻ പറഞ്ഞാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആദ്യമായി എസൻഷ്യൽ ആർട്ടിക്കിൾസും, അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ കഴിഞ്ഞാൽ അവർക്കുള്ള സർപ്ലസ് എമൗണ്ടാണ് അവർ സേവിങ്സിലേക്ക് ചാനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ബേസിക് നീഡ്സ് കുറയ്ക്കാതെ അവർക്ക് സേവിങ്സ് മാത്രമേ കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു മീഡിയം ടേം നോക്കിയാൽ നമ്മളുടെ സേവിങ്സ് റേറ്റ് കുറയാനും സാധ്യതയുണ്ട്. അതിന് മൾട്ടിപ്പിൾ ലെവലിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് സ്ട്രാറ്റജി ഫോം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സാധാരണ ആൾക്കാർ, മീഡിയം ലെവൽ ആൻഡ് ലോവർ ലെവൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സഡ് ഇൻകം ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് അവൻ അപ്പോർഷൻ ചെയ്യുന്നത്
ആദ്യം ഇൻകം ടാക്സിനുള്ള പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാക്സുകൾക്ക് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രൊവിഷൻ ചെയ്തു കഴിഞ്ഞാൽ, ബാക്കിയുള്ളതിൻ്റെ ഒരു 60% വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ലിവിങ് എക്സ്പെൻസസ് ആയിട്ട് ഉപയോഗിക്കുകയും ട്രാവലിന് ഉപയോഗിക്കുകയും ചെയ്യും. ബാക്കിയുള്ളതിൽ നിന്ന് ഒരു ഭാഗം ചിലപ്പം പെൻഷൻ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സേവിങ്സിലേക്കോ ബാങ്കിലേക്കോ എങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു EMI ഹൗസിംഗ് ലോൺ അടയ്ക്കാനുണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കുന്നത്. EMI തൊടാൻ പറ്റുകയില്ല, അത് പെനാൽറ്റി വരും. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ, അത്യാവശ്യ സാധനങ്ങളുടെ വില വർധന ഉണ്ടായാൽ അവൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഏത് സേവിങ്സ് എനിക്ക് കുറയ്ക്കാൻ സാധിക്കുമോ, അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ഒരു പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കുന്നത് അല്പം റേറ്റ് കുറയ്ക്കാനായിട്ടായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ആളുകൾ ഈ സാധാരണപ്പെട്ടവരായതുകൊണ്ട്, ആളുകൾ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ സാധ്യത, ഇതിൻ്റെ അഫക്റ്റ് ചെയ്യുന്നത് ആ സേവിങ്സ് പൊട്ടലിനെ വളരെയധികം സാരമായി ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതെല്ലാ ലെവലിലും, ബാങ്കിലെ ഡെപ്പോസിറ്റ് ആയാലും ഗവൺമെൻറ് സേവിങ്സ് സ്കീംസിലായാലും എല്ലാം ഇത് ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. വാറുണ്ടായാൽ അതിൻ്റെ എഫക്റ്റ് ഡെഫിനറ്റ്ലി നമ്മൾക്ക് അനുഭവമാകും, അത് യാതൊരു തർക്കവുമില്ല. അത് എത്രയും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രാറ്റജിക് തിങ്കിങ്ങിൻ്റെ കഴിവ്. ഇപ്പം 5 വർഷം കൊണ്ട് അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നെങ്കിൽ അത് 2 വർഷമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുമോ? അത് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കോവിഡൊക്കെ ആണെങ്കിലും കഴിഞ്ഞ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടായ സമയങ്ങളിലൊക്കെയും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ, റൈറ്റ് സ്ട്രാറ്റജിക് ഡിസിഷൻ എടുത്താൽ അത് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് പൊട്ടൻഷ്യൽ കുറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ബോറോവേഴ്സിന് പണം കൊടുക്കാനായിട്ട് അവർക്ക് ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാട്ട് ദേ ഷുഡ് ഡു ഈസ് try to devise schemes for attracting more people into the saving system. Maybe the amount will be less, but they can think in terms of enlarging their customer base and getting the savings so as to take care of the demands of the borrowing community. അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓരോ കമ്പനികളാണെങ്കിലും അവരുടെ ഇമ്പോർട്ട് എത്ര കണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് അത് കുറച്ചിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന അത് മാത്രം ഓർഡർ ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടത് വെച്ചിട്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഇൻഡിവിജ്വൽ വീട് നോക്കിയാൽ they should also think in terms of reducing unwanted expenses and keeping the savings intact. Unwanted expenditure പലപ്പോഴും നമുക്ക് കാണാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആയാലും ടെലിഫോൺ ആയാലും ആവശ്യമില്ലാതെയോ അല്ലാതെയോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ, AC-യുടെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നല്ലപോലെ എനർജിയുടെ കോസ്റ്റിൽ സേവ് ചെയ്യാൻ സാധിക്കും. വേണ്ടാത്ത ട്രാവലുകളൊക്കെ ഒഴിവാക്കുക. എന്നാൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ടേക്ക് ദ കേസ് ഓഫ് കേരള, ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാക്കി ഇതിനെ മാറ്റാമെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസം വളരെയധികം വളരാനുള്ള സാധ്യത ഈ സമയങ്ങളിൽ നമുക്ക്, കാരണം വെളിയിലേക്ക് മറ്റുള്ളവർക്ക് പോകാനായിട്ടുള്ള സാധ്യത അടഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രയാസമായതുകൊണ്ട് കേരളം ഒരു നല്ല ഡെസ്റ്റിനേഷനാക്കി എടുക്കാമെങ്കിൽ അത് നമ്മളുടെ എക്കോണമിയെ ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഓരോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി പല ഏരിയകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ടുള്ള ഏതെങ്കിലും, അതായത് ഇന്ത്യയിൽ തന്നെ കിട്ടുന്ന സാധനം ഇമ്പോർട്ട് ചെയ്തതുകൊണ്ട് ഒരല്പം ലാഭം കൂടും എന്നുള്ളത് വെച്ച് ഉള്ളതാണെങ്കിൽ യെസ്, ദേ ക്യാൻ കണ്ടിന്യൂ ടു ഡു ഇറ്റ്, ബിക്കോസ് ഫോർ 1 or 2 years ദേ ക്യാൻ തിങ്ക് ഇൻ ടേംസ് ഓഫ് ദാറ്റ്. എന്നാൽ ഇമ്പോർട്ട് ചെയ്യാതെ ആ പ്രോജക്റ്റ് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണെങ്കിൽ അല്പം ഒരു ലിഷർ കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ളിടത്ത് അത് ചെയ്യാം. എന്നാൽ മറ്റു വിധത്തിൽ ഇമ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളിടത്ത് നമുക്ക് പ്രോജക്റ്റ് മുഴുവൻ വയബിൾ ആക്കുന്നതിന് ഒരു 2-3 വർഷം എടുക്കുന്നത് ഒരു 5 വർഷത്തേക്ക് തന്നെ പുഷ് ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കുടുംബവും അനലൈസ് ചെയ്ത് നോക്കിയാൽ ആവശ്യമില്ലാത്ത പല എക്സ്പെൻസസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് വളരെയധികം കൂടി വന്നിരിക്കുന്ന ഒരു യുഗമാണിത്. അത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ
ഡേറ്റയ്ക്ക് വേണ്ടി എത്രയോ രൂപ ചിലവാക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അതുപോലെ എനർജി യൂസ്, നമ്മളുടെ വീട്ടിലെ ആവശ്യമില്ലാത്ത ട്രാവലുകൾ, പെട്രോളിന് വില കൂടിക്കൊണ്ട് അല്ലെങ്കിൽ ഡീസലിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഗ്യാസിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും അതിനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഫ്യൂവലാണ്. ആ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും പ്രൈവറ്റ് വെഹിക്കിൾസിൽ പോകുന്നവർ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്ന് യാത്ര ചെയ്ത് നോക്കുക. ട്രെയിനിലോ അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക് ബസ്സിലോ ഒക്കെ യാത്ര ചെയ്ത് നോക്കിയാൽ അത് കുറേ കൂടെ വളരെയധികം ലാഭകരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരാൾ തന്നെ വാഹനം ഉപയോഗിക്കാതെ വീട്ടുകളിലെ 3-4 പേര് ഒരുമിച്ച് പോവുകയാണെങ്കിൽ മാത്രം സ്വന്തം കാർ പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും വളരെയധികം നമ്മുടെ സേവിങ്സ് ഉണ്ടാകും. പിന്നെ കൂടുതൽ നമ്മൾ ലക്ഷറിയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് 1-2 വർഷത്തേക്ക് ലക്ഷറിയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബേസിക് നീഡ്സിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരികയാണെങ്കിൽ, കോവിഡിൻ്റെ പീരീഡിൽ നമ്മളതാണ് ചെയ്തത്. അങ്ങനെ റീഅഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് നമ്മൾ. അങ്ങനെ ചെയ്താൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ ഈ 1-2 വർഷം കൊണ്ട് അത് റീഗെയിൻ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കോവിഡിൻ്റെ പീരീഡിൽ നമ്മൾ പലപ്പോഴും ഫിയർ ചെയ്ത ഒരു കാര്യമാണ് വെദർ വി വിൽ സർവൈവ് ഓർ നോട്ട്, ഈവൻ വിതൗട്ട് എ പ്രൊഡക്ഷൻ, ഈവൻ വിത്ത് എ ട്രാവൽ, ഈവൻ വിതൗട്ട് സീയിങ് ടുഗദർ. എത്രയോ നാൾ അപ്പനും അമ്മയും മക്കളെ കാണാതെ അവരിരുന്നിട്ടുണ്ട്. പലയിടത്തും പല കൺട്രിയിൽ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്, പല സാഹചര്യത്തിലായി പോയിട്ടുണ്ട്. മറ്റു പലരും അതിൻ്റെ ഇടയിൽ മരണമടഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടതാണ്. അതെല്ലാം നമ്മൾ സർവൈവ് ചെയ്തു. എങ്ങനെ? ഒന്ന് ഫാക്റ്റ് ഫേസ് ചെയ്തും മറ്റത് വേറെ പല സ്ട്രാറ്റജി ഡിവൈസ് ചെയ്തും. നമ്മളിപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ വി ട്രൈഡ് ത്രൂ മേ ബി സം അതർ മെത്തേഡ്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തടത്ത് നമ്മൾ തന്നെ ഡിസിപ്ലിൻഡായി വീട്ടിൽ തന്നെ ഇരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ വാർ സിറ്റുവേഷനിലും നമ്മൾ ഇതുപോലെയുള്ള ചില സ്ട്രാറ്റജിക് തിങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഹ്യൂമൻ ഈസ് മെയ്ഡ് ലൈക്ക് ദാറ്റ്. ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഹ്യൂമൻ ഫിസിയോളജി ഈസ് ലൈക്ക് ദാറ്റ്. വി വിൽ ബി ഏബിൾ ടു സർവൈവ് ഇറ്റ്. നമ്മുടെ ഇവിടുന്ന് ഏതാണ്ട് 50-60 ലക്ഷം ആൾക്കാരെങ്കിലും ഗൾഫ് മേഖലയിലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഈക്വൽ ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്റിംഗ് ഓഫ് ആൾക്കാരുടെ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. പേഴ്സണൽസ് ഫ്രം കേരള ഹാവ് ഗോൺ ടു ഗൾഫ് വിത്ത് എ ഹയർ റിവാർഡ്, aim at a higher reward, and the people from other states have also moved to Kerala and substituting the vacancy which is created for the, especially in the manual labor, for a higher reward. രണ്ടുപേരും വിൻ സിറ്റുവേഷനിലായിരുന്നു ഇതുവരെ. എന്നാൽ ഈ വാർ സിറ്റുവേഷൻ വന്നപ്പോൾ കേരളൈറ്റ്സ് ഇൻ ഗൾഫ് കൺട്രീസ് ഹാവ് ലോസ്റ്റ് എ ലോട്ട്. അവരുടെ ഇൻകം കുറച്ച് നാളത്തേക്കെങ്കിലും സപ്രസ്ഡ് ആകും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇവിടേക്ക് വന്ന മറുനാടൻ മലയാളികളായിട്ടുള്ള തൊഴിലാളികളെ ഇല്ലാതെ ഇന്ന് കേരളത്തിലെ ഒരു ജോലിയും നടക്കുകയില്ല. പ്രത്യേകിച്ച് മാനുവൽ, കൺസ്ട്രക്ഷൻ, ഹോട്ടൽ, ഇതുപോലെയുള്ള തന്നെയല്ല നമ്മുടെ ഡെയിലി സർവീസിങ് എല്ലാ കാര്യങ്ങളിലും അവരുടെ സഹായമില്ലാതെ നടക്കുകയില്ല. എന്നാൽ അവർ വേജസ് ഇൻക്രീസ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1000 രൂപ എന്നുള്ളത് ഒരു മാനുവൽ ലേബറിൻ്റെ ഡെയിലി വേജസ് ആയിട്ട് എല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് 1100 വരെ ആയ പല സ്ഥലങ്ങളുണ്ട്. പേഴ്സണലായിട്ട് ഞങ്ങൾ തന്നെ അങ്ങനെ അനുഭവിച്ച കൂട്ടരാണ്. അതുകൊണ്ട് ഒരു താൽക്കാലിക റീഅഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കേരളത്തിലേക്കുള്ള ഇൻകം ആൾക്കാരുടെ കുറഞ്ഞു വരും, എന്നാൽ ഇവിടെ നിന്നുള്ള എക്സ്പെൻസസ് കൂടിക്കൊണ്ടേയിരിക്കും. അൺലെസ് വി ഡിസൈഡ് ടു റീപ്ലേസ് ഓർ റീഇൻവെൻറ്റ് അവർസെൽസ് ഇൻ ടു ദി ഓൾഡ് ജോബ്സ്. പണ്ട് നമ്മൾ ഒരു മാനുവൽ ലേബറിന് ഒരു കൺസ്ട്രക്ഷന് ഇതിനു വേണ്ടി നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫീൽഡിൽ കളയ്ക്കാനായാലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ആൾക്കാരൊക്കെ ആയാലും മേസ്തിരിമാരായാലും എന്തിന് നമ്മളുടെ സലൂണുകളിലെല്ലാം അല്ലെങ്കിൽ ഹോട്ടലുകളിലെല്ലാം വെയിറ്റേഴ്സാക്കി നിന്നിരുന്ന നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അവർക്ക് വേജ് ഉണ്ടായിരുന്നു, എന്നാൽ ഹയർ ലെവലുള്ള വേജിൻ്റെ ഇതേ ജോലി ഗൾഫിൽ പോയി ചെയ്യുമ്പോൾ അവർക്ക് ഹയർ വേജസ് കിട്ടും, സേവിങ്സ് പൊട്ടൻഷ്യൽ കൂടും എന്നുള്ള ധാരണയിലാണ് അവർ പോയിരിക്കുന്നത്. ഇതേ ധാരണയിൽ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് അവർക്ക് 400 രൂപ ഡെയിലി വേജസിൽ നിന്ന് 1000 രൂപയിലേക്ക് ഉയർന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സേവിങ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവിടെ വന്നവരുടെ സേവിങ്സ് വിൽ റിമെയിൻ ഇൻടാക്ട്, whereas the savings potential of our people who have gone to Gulf
and now returning because of the war will reduce. So this will create an imbalances into the savings and the expenditure of the households. This is likely to happen.